ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ അടിപൊളി ഒരു വീഡിയോ ഇട്ട് നിൽക്കുന്നത് മിക്കവാറും ഗ്യാസ് മുട്ടായി കിട്ടാനുള്ള ഭയങ്കര ചാൻസ് ഉള്ളൊരു കിണറാട്ടത്. ഗ്യാസ് മുട്ടായി ഞങ്ങളുടെ രീതിയിൽ പറഞ്ഞാണ്. ഓക്സിജൻ്റെ കുറവുണ്ടാവും, ചെറിയൊരു പ്രശ്നമുണ്ട്. അടിയൊക്കെ പൊട്ടി പൊളിഞ്ഞ് ഇടിഞ്ഞു പോയ കിണറാണ്. ഒരു 2 കൊല്ലം മുന്നേ നന്നാക്കിയാട്ടെ കിണർ. നമുക്കൊന്ന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം. ഈ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ തന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. പിന്നെ പോരാത്ത ഇതിൽ വെള്ളം തീരെയല്ല, വെള്ളം കുറവ് വന്നിട്ടുണ്ട്. കുറഞ്ഞ വെള്ളമുള്ളൂ. അപ്പോൾ വെള്ളം വെച്ച് ഇട്ടടിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അതിൻ്റെ സംവിധാനം നമ്മൾ വേറെ നോക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ കിണറിൽ ഇറങ്ങുന്നത് ആരും കണ്ട് അനുകരിക്കരുത്. ഭയങ്കര ഡേഞ്ചറാണത്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ കമൻറ്റിൽ പറയുന്നുണ്ട് ഡേഞ്ചറാണ്, അത് ശ്രദ്ധിക്കണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട്. പേഴ്സണലായിട്ടും നല്ലതായിട്ടൊക്കെ പറയുന്നുണ്ട്. ചെറിയൊരു ഓക്സിജൻ്റെ പ്രശ്നമുണ്ട്, ചെറിയ തോതിലുള്ളൂ. ഒരുപാട് നേരം നിൽക്കാനില്ല. അപ്പം ഇനി അടിയിലെ പണി തീർക്കണമെന്നുണ്ടെങ്കിൽ ഫാന് കെട്ടിയിറക്കണം. വെള്ളമല്ല തിരിച്ച് കഴിക്കാൻ കാടൊക്കെ ഒന്ന് പറിച്ച് ക്ലിയറാക്കി അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടുണ്ട്. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാലേ ഓക്സിജൻ ഇല്ലാന്ന് നമ്മളങ്ങനെ അറിയാം. അതിൻ്റെ ലക്ഷണം എന്തായിരിക്കും കാണിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഒന്ന് ഞാൻ പറഞ്ഞതാ, കിണറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ താഴത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ലാന്ന് അറിയുമ്പോൾ ആദ്യം വരുന്ന പ്രശ്നം അമോണിയയുടെ സ്മെല്ലാണ്. അമോണിയ മൂക്കിലൂടെ ഒരു തണുപ്പായി കയറുന്നൊരു ഫീലിംഗ് ആണ് ഉള്ളത്. പിന്നെ തലവേദന വേഗം തുടങ്ങും. ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ്. ഇനി ഇതിൽ കൂടുതലായിട്ട് ആൾക്കാർക്ക് ഓരോരുത്തർക്കും ഒരു വ്യത്യസ്തമായിരിക്കും. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം കുറച്ച് മണ്ണൊക്കെ കുറവുണ്ടെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ഓക്സിജൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. ഫാനൊക്കെ ഇറക്കിയിട്ടുണ്ട് നമ്മൾ. നമ്മളെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫാനൊക്കെ വെച്ച് പണിയൊക്കെ തീർത്ത് മണ്ണൊക്കെ കുറച്ച് കോരാണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കോരി വൃത്തിയാക്കിയിട്ടുണ്ട്. ഒറ്റ സ്റ്റെപ്പ് കൂടെ എടുക്കാം.